ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ടൂർ പോയായിരുന്നു ഈ അടുത്ത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ 2 ദിവസം നൈറ്റും 3 പകലും കൊണ്ട് സ്ഥലങ്ങൾ കണ്ടു തീർക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞങ്ങൾ കവർ ചെയ്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോതമംഗലം ഏരിയ ഉണ്ട്, ഇഞ്ചത്തൊട്ടി തൂക്കുപാലം, മൂന്നാർ, തേക്കടി, കമ്പം, കൂടാതെ അമ്മച്ചിക്കൊട്ടാരം, ചാർലിക്കുളം, വാഗമൺ. ഈ ഇത്രയും സ്ഥലങ്ങളാണ് ഞങ്ങൾ കവർ ചെയ്തത്. അതെങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ഇത് എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനവും പറയാം. മൂന്നാറിലെ ടീ പ്ലാന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, 2-ാം മൈൽ. താഴെ പോണത് ആനച്ചാൽ റൂട്ട് പോണ വഴിയാണ്. ആനച്ചാൽ 2 റൂട്ട് വഴി പോകാം. ഇരുട്ടുക്കാനം വഴി അവിടെ നിന്ന് താഴത്തേക്കും പോവാം, പിന്നെ 2-ാം മൈലിലും താഴത്തേക്ക് പോവാം. താഴെയാണ് ചിത്തിരപുരം പവർ ഹൗസൊക്കെ ഉള്ളത്. തേയിലത്തോട്ടത്തിൽ തേയില കട്ട് ചെയ്യണ കാഴ്ചയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സുരക്ഷിതമായിട്ടാണ് അവർ കട്ട് ചെയ്യണത്, കാരണം അട്ട ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. 350 രൂപയാണ് ഇവരുടെ ഒരു ദിവസക്കൂലി വരുന്നത്. ഇതാണ് റിപ്പിളിൻ്റെ ഫോട്ടോ പോയിന്റ്. റിപ്പിൾ കമ്പനിയുടെയാണിത്. ഫോട്ടോ പോയിന്റ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. എല്ലാവരും ഇവിടെ പല രീതിയിലുള്ള ഫോട്ടോസുകളൊക്കെ എടുക്കലാണ്. എന്ന് വെച്ചാൽ കൊട്ടയൊക്കെ പിടിച്ചു. അതുപോലെ തന്നെ കുതിര സഫാരിയുണ്ട്, 100 രൂപയാണ്. 2 മിനിറ്റ് റൈഡാണ്, എക്സ്പീരിയൻസ് ചെയ്യും എല്ലാവർക്കും. ആ ഭാഗത്തായിട്ടാണ് കാശ്മീർ ടു കന്യാകുമാരി സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ ഡാൻസ് ചെയ്യാനായിട്ട് കാണിക്കുന്നത്. ടീ ഫാക്ടറിയുടെ ഈ ചുറ്റുവട്ടത്താണ് കൂടുതലും ഷൂട്ട് ചെയ്തേക്കുന്നത്. അടിപൊളി സ്ഥലമല്ലേ, പ്രകൃതി രമണീയമായ സ്ഥലം. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വന്നത് ഗവൺമെൻറ്റിൻ്റെ ടിക്കറ്റോട് കൂടിയ അപ്പുറത്താണ്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്താണ് ഗവൺമെൻറ്റിൻ്റെ എൻട്രൻസ്. അവിടെ തന്നെ ടിക്കറ്റ് നിരക്ക് ഉണ്ട്, 10-20 രൂപ കൊടുക്കണം. ശരിക്കും അവിടെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി കിട്ടത്തില്ല. ഇതാണ് അടിപൊളി. അവർക്ക് ആസ്വദിച്ച് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേത് നമുക്ക് ബാരികാർഡും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ ഒരു പരിധി വരെ നമുക്ക് താഴത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വെള്ളം കുറവാണ്. ഇതാകുമ്പോൾ ഈ യൂക്കാലിപ്സ് മരത്തിനിടയിൽ ഓടി കിടന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യുക, വീഡിയോ എടുക്കാം. അടിപൊളിയല്ലേ ഇവിടെ. കേട്ടാ, റിട്ടേൺ ശബ്ദം വരും. ഇത് വെറുതെ ബോർഡ് മാത്രമല്ല കേട്ടോ. മാട്ടുപ്പെട്ടിന്ന് എക്കോ പോയിന്റ് നേരത്തേക്ക് ഇവിടെ നമുക്ക് കാർ കയറ്റി കൊണ്ടുപോകാം, അപ്പുറത്ത് പാർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് ബസ് പോണത് ഇപ്പോഴും ഈ വഴിയാണ് കേട്ടോ. കുണ്ടല ഡാം
ഇത് കുണ്ടൽ ഡാം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുണ്ടല ദേശം, ബാഹുബലിയാണ് ഓർമ്മ വന്നത്. ഷട്ടർ പയ്യേ തുറന്നിട്ടുണ്ട്, വെള്ളം വിടാൻ. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ടാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്. കുണ്ടല ദേശത്തിൻ്റെ കുണ്ടല ഡാം. ഈ ഒരു ലൊക്കേഷനിലാണ് സീമരാജല എന്നെ വിട്ടായാരും എനിക്കില്ല ആ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്ത് ഈ മരങ്ങൾക്കിടയിലാണ്. കണ്ടാൽ മനസ്സിലാവും അത്. ഇത് നമ്മൾ ഗ്യാപ്പ് റോഡിൽ കൂടി ചിന്നക്കനാൽ പോണ റൂട്ടിലുള്ള ഒരു ഗുഹയാണ്. പണ്ട് കള്ളൻ വിളിച്ചെന്ന് വെച്ചൊരു ഗുഹയാണെന്ന് അറിയപ്പെടുന്നത്. സൂര്യനെല്ലി സ്റ്റേ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ കമ്പന്തേന് വഴി പോയത് നമ്മുടെ കുമിളിയിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് മുന്തിരി തോപ്പൊക്കെ കയറി കണ്ട് സെഞ്ചുറി തേക്കടി എന്നുള്ള അവിടെയാണ് ഹോം സ്റ്റേ. ഹോം സ്റ്റേയുടെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കാട്ടുപോത്തുകളൊക്കെ വരും അവിടെ. നല്ല രസമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 2 ദിവസമായി ഇന്ന് ട്രിപ്പ് തുടങ്ങിയിട്ട്. ഇന്ന് നമ്മൾ തേക്കടിയിലാണ് സ്റ്റേ ചെയ്തേക്കണത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകും, ഇപ്പോൾ വാഗമണ്ണിലേക്ക് പോകണേണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇത് ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. ഫ്രണ്ട് ഹോട്ടലിൻ്റെ ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ബാക്കിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്. ഇതിൽ ആ കാണുന്നതൊക്കെ ചന്ദനങ്ങളാണ്. അവിടെ നൈറ്റ് ഗാർഡ് ഉണ്ടാവും നിൽക്കാനായിട്ട്. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് മൃഗങ്ങളൊക്കെ ഇവിടെ ഇറങ്ങും. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു കുറേ കൂട്ടത്തോടെ കാട്ടുപോത്തുകളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ രാത്രി തന്നെ കാട്ടുപോത്തുകളും മ്ലാവും സാമ്പാർ ഡിയറും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ രാവിലെ കഴിഞ്ഞാൽ കുരങ്ങുകളുടെ ബഹളമാണ്. ജനലൊന്നും തുറന്നിട്ട് നമ്മൾ പോകരുത്. സെഞ്ചുറി തേക്കടി എന്നുള്ളൊരു ഹോം സ്റ്റേയിലാണ് അങ്ങനെ സ്റ്റേ ചെയ്യുന്നത്. അല്ല അത്യാവശ്യം നമ്മൾ പുറത്തൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഇത് കിട്ടത്തില്ല. വെറുതെ ഹോട്ടൽ മുറിയിൽ താമസിക്കുക എന്നുള്ളത്. ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെ താമസിക്കാൻ പറ്റുന്നൊരു ഹോം സ്റ്റേ ആണത്. ഇത് നിങ്ങൾക്ക് വീട്ടുകാരൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഹാപ്പി ആയിട്ട് നിൽക്കാം. അത് സമാധാനപരമായിട്ട് നിൽക്കാൻ നിൽക്കുന്നൊരു ഹോം സ്റ്റേ ആണ്. എല്ലാവരുടെ വെക്കേഷനൊക്കെ തീർന്ന ഞങ്ങളുടെ വെക്കേഷൻ ഇന്ന് തീരണേണ്. ഇപ്പോൾ വാഗമണിച്ചില്ല, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പോണ വഴിക്ക് കുട്ടിക്കാനം ചാർലിക്കുളം അതൊക്കെ കാണണം. അല്ലേ ഇനുവിനെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇനു അപ്പം തന്നെ കരയും. ഒരു ഉപ്പ് കൊടുത്തേ നമുക്ക്, അമ്മക്ക് കൊടുക്കാം. നമുക്കൊരു ഉപ്പ് കൊടുത്തേ. ഉപ്പെന്ന് പറഞ്ഞേ ഒരു മുട്ടം കൊടുക്കുന്ന. അപ്പോൾ ഓക്കെ, ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. ഹാത്തി സഫാരി നടത്താൻ പോവാണ്, ആന സഫാരി നടത്താൻ പോവാണ് തേക്കടിയിൽ. വെയിറ്റിംഗ് ആണ്, മഴയൊക്കെ ഉണ്ട്. രാവിലെ 7:30 വന്ന് നിൽക്കുന്ന ക്യൂ ആണ്. കൊടയൊക്കെ ചൂടിയ ആൾക്കാർ സഫാരി നമ്മ തേക്കടി പോവും. ഓ ഇനോ കൊടയാണ്, മഴയൊക്കെ പെയ്തുകൊണ്ട് ഞങ്ങൾ കൊടയൊക്കെ കണ്ട നിറച്ച് ഏലക്ക. എന്താ കളിയാ? ആ അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ താമസിച്ചത് ഇതുപോലത്തെ ഒരു ഹോം സ്റ്റേയിലാണ്, സെഞ്ചുറി ഹോം സ്റ്റേ. തേക്കടിയിലൊക്കെ വന്നവർ ഹോം സ്റ്റേയിൽ തന്നെ താമസിക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ ഫോറസ്റ്റ് ഏരിയയിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റുള്ളൂ. നൈറ്റ് ആകുമ്പോഴത്തേക്കും അനിമൽസൊക്കെ വരും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് വാഗമണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ അവർ ഹായ് ഒക്കെ പറഞ്ഞായിരുന്നു. കുറച്ച് പേർക്കൊന്നും യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ടാണ് എല്ലാവരോടും വീഡിയോ ഇടാറ്.
അപ്പോൾ ദേ 2 പേരും നല്ല ഉറക്കമാണ്. നമ്മുടെ യുവിയും ഇനുവും നല്ല ഉറക്കമാണ്. ഇനി വാഗമണിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഈ സ്ഥലം മനസ്സിലായോ? ഇതാണ് നമ്മുടെ ചാർലിയിലെ ഓർഫനേജ്. അതിലെ ലക്കം പുളി സ്ഥലമല്ലേ. ഇന്നേതൊരജ്ഞാത നവസൗരഭം വാതിലിൽ വന്നു കൈനീട്ടവേ ഇതുവരെ നീക്കിനാവിന്നൂരത്തെപ്പൂവേ. ചാർലിക്കുളം ഇതിനകത്താണ്. ആ ചാർലിക്കുളത്തിൽ അവിടെ വെച്ചാണ് പാട്ടൊക്കെ ഷൂട്ട് ചെയ്തത്. പുതുമഴ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തു. കാലത്ത് നിറച്ചും വെള്ളമായിരിക്കും ഇവിടെ. പിന്നെ ഈ മരം പൂവ് കുറവാണ്. പൂവുള്ളപ്പോൾ എന്ന് കഴിഞ്ഞാൽ ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ അമ്മച്ചിക്കുട്ടത്തേക്ക് കയറാൻ പോയാണ്. അട്ടയുണ്ട്, ഭയങ്കര അട്ടയാണ് ഇവിടെ. അവിടെ 100 കൊടുത്തിട്ടാണ് കയറുന്നത്. വാ വാ ഹലോ, പണ്ടത്തെ നിയമസഭ അമ്മ മഹാറാണി രാജ്യസഭ കൂടിയില്ല. 4 മാസം താമസം ഭരണപ്പെടാം. 4 മാസം ഭരണപ്പെടാം. രാജ്യസഭ കൂടിയില്ല. അമ്മ മഹാറാണി കുമളി കോട്ടയം പോണാറ് അവരിവിടെ വന്നവരുള്ള റോഡെല്ലാം ഉണ്ടായി. അനേക റോഡുമില്ല, ഒന്നുമില്ല, നമുക്ക് ഒന്നുമില്ല. ഇവിടെ ഒരുപാട് കാര്യം തീരുമാനിച്ച സ്ഥലം ഇപ്പോൾ എല്ലാം പൊളിഞ്ഞു പോയിട്ട്, ഞാനും പൊളിഞ്ഞു കൂട്ടായിരുന്നു എല്ലാം. ഒരു ഹൊറർ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. എന്നോട് അപ്പൊ ജോലിമാര് താമസമില്ല. തോഴിമാർ താമസിച്ച സ്ഥലമെന്ന് പറയണം. അമ്മ മഹാറാണിയുടെ ആ ഒരു റൂമാണിത്. പണ്ടത്തെ അമ്മച്ചിക്കൊട്ടാരത്തിൽ ആരും അറിയാത്ത സത്യങ്ങൾ. പൊളിഞ്ഞു പോയില്ലെല്ലാം. അതായത് മേലെ കോട്ടയായി വെള്ളം വീഴനായി. ജോലിമാര് സമയം അവർ കറണ്ടില്ല, ടിവിയില്ല. അപ്പോൾ അവരുടെ എല്ലാ സമയം നമുക്കറിയാം. സമയം പണ്ട് പഴയ കളി ഡാൻസ് പാട്ട് കളിച്ച് സമയം ഡൈനിങ് കിച്ചണ് ഒന്നും പേടിക്കണ്ട. അത് സിനിമയുടെ പറ്റി പേടിക്കണ്ട. പേടിക്കണ്ട. 2 വാസ്തുണ്ട്, ഒരു ആട്ടുകളുണ്ട്. 2 വാസ്തു, ഒരു ആട്ടുകള്, 4 മുറിയുണ്ട്. കേട്ടോ, പേടിക്കണ്ട. ഒന്നും പേടിക്കണ്ട. സിനിമയുടെ ശവപ്പെട്ടി സിനിമയുടെ വാ ചിലയുള്ളത് വേണ്ട. ഇതൊക്കെ ഷൂട്ടിങ് അച്ഛ കാണിച്ചേട്ടാ. ഇതൊക്കെ ഷൂട്ട് ചെയ്ത സിനിമകൾ. യുവിക്ക് പേടിയായി. വേണ്ട, പണ്ടത്തെ കൊട്ടാര് പറഞ്ഞില്ല, അതാണ്. ഇനുവിന് പേടിയായ വാഷ് ബേസൻ
കിച്ചൺ അതാണ്. പണ്ടത്തെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെയാണ്. കിച്ചണാണല്ലോ നല്ല ഇപ്പുറത്താ. കിച്ചണാണ്, ഡൈനിങ് റൂം അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഒന്നും മനസ്സിലാകാനുള്ള. അതെ പണ്ടത്തെ അരകല്ല് അമ്മിക്കല്ല് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിത് കാണുക, ഇതാണ് അമ്മച്ചിക്കൊട്ടാരത്തിൽ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ അങ്ങനെയൊക്കെ പറയണ. ശവപ്പെട്ടിയാണ്ടത്. എടി ശവപ്പെട്ടിയാണത്. അമ്മച്ചിക്കൊട്ടാരത്തിൽ ആരും അറിയാത്ത രഹസ്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു തന്നത്. ഇപ്പൊ ഇനി ഇത് പരസ്യമാകാൻ പോയാണ് അല്ലേ വി? എസ്ര മൂവിലെ പോലത്തെ ആ ഒരു ഇതാണ് സ്റ്റാർ കണ്ട ജൂതമതോ. എന്നാ കേറ് കളി. ഇനോ നോക്കിയോ കുഞ്ഞാവി. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇതോടെ തീരണത്. നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ്. ലൂസിഫറൊക്കെ ഷൂട്ട് ചെയ്ത ചർച്ചാണിത്. ലാലേട്ടൻ വന്നിരിക്കണ ആ സിനിമയില്ലേ, അതാണ് ഈ കാണുന്നത്. ലോക്കാണ്, അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റൂല. ഞങ്ങളിത് കണ്ടിട്ട് ഇതേ ഇവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് ഇതേ പോണേണ്. ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ടാണ് ഇത്. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് സന്ധിക്കുമ്പോഴേക്കും വണവണക്കം. അതെ, ഓക്കെ, ബൈ. ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ്. രാവിലെ ഞങ്ങൾ വെളുപ്പിന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴി ഇഞ്ചിത്തൊട്ടി തൂക്കുപാലോ പിന്നെ നമ്മുടെ പുലിമുരുകൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. പൂയം കൂട്ടി നേരെ ഇഞ്ചിത്തൊട്ടി വഴി നേരെ നേര്യമംഗലത്ത് നിന്ന് അത്യാവശ്യം സൈഡ് സീനും കണ്ട് നേരെ മൂന്നാറത്തെ സൈഡ് സീനും മാട്ടുപ്പെട്ടി എക്ക പോയിൻ്റ് കൊണ്ടുള്ള ഡാമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, സൂര്യനെല്ലിയിലാണ് സ്റ്റേ ചെയ്തത്. സൂര്യനെല്ലിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹ ഹോം സ്റ്റേയിലാണ് ഞാൻ ചെയ്തത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയാണ്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അയക്കാം. രാഹ ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്തതിന് ശേഷം എനിക്ക് ചെറിയ കുട്ടിയായതുകൊണ്ട് ഞങ്ങൾ കുളുക്കുമല പോയില്ല. ഇവർ നമ്മുടെ കൂടെ ഉണ്ടായ ഒരു ഫ്രണ്ടും ഫാമിലിയും അവർ രാവിലെ കുളുക്കുമല പോയതിന് ശേഷമാണ് 9 മണിയാകുമ്പോഴത്തേക്കും എത്തി. ഞങ്ങളപ്പോൾ അത്യാവശ്യം കുളിച്ച് റെഡിയാക്കി നിന്നു. പിന്നെ അവർ വന്നതിന് ശേഷം ചെക്കൗട്ട് ചെയ്തു. നേരെ എന്ത് ചെയ്തു, സൂര്യനെല്ലിയിൽ തന്നെ നേരെ ബോഡിമേട് പോയി. ബോഡിമേട് പോയിട്ട് നേരെ ഇറങ്ങി മുന്തിരിത്തോപ്പുണ്ട് കമ്പത്തുനിന്ന് ആ മുന്തിരിത്തോപ്പൊക്കെ കണ്ട് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേ ചെക്ക് ഇൻ ചെയ്തു. സെഞ്ചുറി തേക്കടി എന്നുള്ള ഒരു ഹോം സ്റ്റേയിലാണ് സ്റ്റേ ചെയ്തത്. അവിടുത്തെ ഹോം സ്റ്റേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ തേക്കടി ചെല്ലുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഏരിയയിൽ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ മൃഗങ്ങൾ അത്യാവശ്യം അവിടെ വന്നു പോകുന്നൊരു സ്ഥലമാണ്. മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ അധികം പ്രൈസൊന്നുമില്ല റൂമിന്. പിന്നെ തൊട്ടടുത്ത് തന്നെ നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്. അതിനുശേഷം വൈകുന്നേരം എന്ത് ചെയ്തു, ബീച്ചിൻ്റെ കളരിയില്ല പോയിട്ട് കളരി കണ്ടു. പിന്നെ അതിന് ശേഷം രാവിലെ നോക്കുമ്പോൾ ആ കാട്ടുപോത്ത് നിറയെ വന്നിരിക്കുന്നു. കാട്ടുപോത്തിനെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം തസ്കറി പോയി ചായ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ എന്താ ചെയ്തത്, പിന്നെ ആന സഫാരി ചെയ്യേണ്ട ഒരു അടിപൊളിയാണ്. അവർ ആ ഒരു ഏലത്തോട്ടത്തിന് നമുക്ക് കൂടിയൊക്കെ പോയി നല്ല ഭംഗിയാണ്.
അവിടെ ചെയ്യാനായിട്ട് ആന സഫാരി. പിന്നെ അതിന് ശേഷം ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 10 മണി ആയപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പരിപാടിയും തീർന്നു. ആന സഫാരി രാവിലെ ആയപ്പോഴത്തേക്കും എല്ലാ പരിപാടിയും തീർന്നു. അതിന് ശേഷം ഞങ്ങൾ പോകുന്ന വഴിക്ക് കുട്ടിക്കാനത്ത് നിന്ന് കുട്ടിക്കാനത്തിന് മുന്നെയാണ് ചാലിക്കുളം ഉള്ളത്. ചാലിക്കുളത്ത് പോയി, ചാലിക്കുളം കണ്ടതിന് ശേഷം അമ്മച്ചിക്കൊട്ടാരം കണ്ടു. അമ്മച്ചിക്കൊട്ടാരം കണ്ടതിന് ശേഷം കുട്ടിക്കാനത്ത് നിന്ന് തന്നെ തിരിഞ്ഞ് നേരെ വാഗമൺ പോയി. വാഗമണിൽ മഴയായിരുന്നു, അപ്പോൾ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജൊന്നും കയറാൻ പറ്റിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 7-8 മണി ആയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അല്ലെങ്കിൽ എല്ലായിടത്തും സ്റ്റേ ചെയ്ത് നമ്മൾ ട്രാവലിങ് സ്ഥലങ്ങൾ കാണുമ്പോൾ സ്ഥലങ്ങൾ കണ്ട് പോവുക. റെസ്റ്റ് ചെയ്യാൻ മഞ്ഞവർക്കാണെങ്കിൽ ഇത് പറ്റത്തില്ല. അപ്പോൾ ഈ എല്ലായിടത്തും റെസ്റ്റ് എടുത്ത് വന്നാൽ മതി. ഇതാകുമ്പോഴത്തേക്കും ചെറിയ ബഡ്ജറ്റിൽ 2 സ്ഥലത്ത് റൂമുള്ളൂ, എല്ലാം കണ്ടിരുന്നു. പക്ഷേ ഈ സ്ഥലങ്ങൾ നമുക്ക് വെൽ പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെ കാണണം, ഇന്നത്തെ ദിവസം ഏതൊക്കെ കാണണം എന്നുള്ളത് തലേദിവസം പ്ലാൻ ചെയ്ത് ആ സമയത്തിന് ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ നമുക്ക് ഈ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി അടുത്ത സ്ഥലങ്ങൾ എങ്ങനെ പെട്ടെന്ന് കണ്ടു തീർക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ ബൈ.